വാർത്തകൾക്കപ്പുറത്തെ നിരീക്ഷണങ്ങളും വിശകലനവും തേടിയുള്ള ബിയോണ്ട് ദി ന്യൂസിലേക്ക് സ്വാഗതം. ലോകം തീവ്രവാദ പ്രവർത്തനങ്ങളെ എക്കാലത്തും ഭയപ്പെട്ടിരുന്നു. തീവ്രവാദ പ്രവർത്തകരെന്ന് സംശയിക്കുന്നവരെ പോലും അകലെ നിർത്താൻ എല്ലാ ജനതകളും മതവിഭാഗങ്ങളും ഒത്തുചേർന്നതിന് നാം പലപ്പോഴും സാക്ഷിയായിട്ടുണ്ട്. എന്നാൽ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമായ ലവ് ജിഹാദിനെ തള്ളിപ്പറയാതെ കൂടെ കൊണ്ടു നടക്കുന്ന നവ തീവ്രവാദി വിഭാഗങ്ങളെയാണ് ബിയോണ്ട് ദി ന്യൂസ് പരിശോധിക്കുന്നത്. കേരളത്തിൽ ലവ് ജിഹാദ് ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ അതിനെ ഇല്ലെന്ന് വരുത്തി തീർക്കാൻ കൊണ്ടുപിടിച്ച് ശ്രമിക്കുന്നവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? ലവ് ജിഹാദ് അവരുടെ അറിവിൽ ഇല്ലെങ്കിൽ ലോകത്ത് തന്നെ ഇല്ലെന്ന് സ്ഥാപിക്കാൻ വ്യഗ്രതപ്പെടുന്നത് എന്തിനാണ്? തീവ്രവാദ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് വഴി മതമൈത്രി ഉണ്ടാക്കണമെന്ന് വ്യാമോഹിക്കുന്നവരുടെ ഉള്ളിലിരിപ്പ് എന്താണ്? ലവ് ജിഹാദിനെ കുറിച്ച് ബെന്നി ബെഹനാൻ MP ലോകസഭയിൽ ചോദിച്ച ചോദ്യത്തിന് ലഭിച്ച ഉത്തരമാണ് വിഷയത്തെ വീണ്ടും മാധ്യമ ശ്രദ്ധയിൽ കൊണ്ടുവന്നത്. ലവ് ജിഹാദ് എന്നത് നിയമത്തിൽ നിർവചിക്കപ്പെട്ടിട്ടില്ലെന്നും ലവ് ജിഹാദ് കേസുകൾ ഇതുവരെ കേന്ദ്ര ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ഉത്തരത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിലും നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വ്യത്യസ്ത വിശ്വാസികൾ തമ്മിൽ വിവാഹത്തിലേർപ്പെട്ട 2 കേസുകൾ കേരളത്തിൽ അന്വേഷിച്ചു വരുന്നതായും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ലവ് ജിഹാദിലെന്ന് ഉറപ്പിച്ച് സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തിന് വീണ്ടും കിട്ടിയ അവസരമായിരുന്നു ഈ ഉത്തരം. ആവശ്യത്തിനും അനാവശ്യത്തിനും ഈ ഉത്തരം ഉപയോഗിച്ച് അനേകം ചോദ്യങ്ങളെ നിശബ്ദമാക്കാമെന്ന് കരുതിയ ഒരു വിഭാഗത്തിന് പക്ഷേ തെറ്റുപറ്റി. ഇതുവരെയും നിയമം നിർവചിക്കപ്പെടാത്തതാണ് ലവ് ജിഹാദ് എന്ന വാക്ക്. യഥാർത്ഥത്തിൽ ലവ് ജിഹാദ് എന്ന വാക്ക് ഒരു നാടൻ വിളിപ്പേരാണ് എന്ന് അവർ മറന്നു. കൊറോണ വൈറസ് കേരളത്തിലെത്തിയപ്പോൾ നമ്മുടെ നാട്ടുകാർ പലരും അതിനെ ചൈനപ്പനി എന്നാണ് വിളിച്ചത്. ചൈനപ്പനിയെക്കുറിച്ച് സർക്കാരിനോട് ചോദിച്ചാൽ നിയമവും ചട്ടവും നോക്കി ഉത്തരം നൽകും. അത്തരമൊരു പനി കണ്ടുപിടിച്ചിട്ടില്ലെന്ന്. ഇത്തരത്തിലില്ലാത്ത ഉത്തരത്തിന് ചോദ്യം നൽകുന്ന വല്ലാത്ത രാഷ്ട്രീയക്കാരുള്ള കേരളമാണ് ഇതെന്ന് നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ആർക്കു വേണ്ടിയായിരുന്നു ആ ചോദ്യം ലോകസഭയിൽ ഉന്നയിക്കപ്പെട്ടതെന്ന് പലരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. തീവ്രവാദികളുടെ പ്രവർത്തനങ്ങൾ നാം പഠിച്ച പാഠം പുസ്തകങ്ങൾക്ക് അനുസരിച്ച് വായിക്കണമെന്ന് കരുതാൻ മാത്രം വിഡ്ഢികളല്ല സമൂഹം. ഇസ്ലാമിക സ്റ്റേറ്റ് തീവ്രവാദികൾ അവരുടെ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിച്ചത് ഇത്തരമൊരു പാഠപുസ്തകങ്ങളിൽ എഴുതിയ തിയറി അനുസരിച്ചല്ലായിരുന്നുവെന്ന് നാം കണ്ടുകഴിഞ്ഞതാണ്. ഇന്റർനെറ്റ് നോക്കിയിരുന്ന മലയാളികളായ നമ്മുടെ നല്ല കുട്ടികൾ പലരും ഒരു സുപ്രഭാതത്തിൽ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും എത്തിപ്പെട്ടതിനെ ഏത് വാക്കുകൾ നൽകിയാണ് നമുക്ക് വിശദീകരിക്കാനാവുക? ഇസ്ലാമിക സ്റ്റേറ്റ് തീവ്രവാദികൾ അങ്ങകലെ സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും ഇരുന്ന് നമ്മുടെ നല്ല കുട്ടികളെ കൈക്കലാക്കുമെന്ന് നമ്മൾ ആരും കരുതിയിരുന്നില്ല. ഇത്തരം മനസ്സിലാകാത്ത രീതികൾ കണ്ടും കേട്ടും അനുഭവിച്ചും അറിഞ്ഞാണ് ലവ് ജിഹാദ് എന്ന വിളിപ്പേരിൽ അറിയപ്പെട്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് വിവിധ കേന്ദ്രങ്ങൾ മുന്നറിയിപ്പ് നൽകിയത്. എന്നാൽ ഈ മുന്നറിയിപ്പുകളെ അവഗണിക്കുവാനും നിസ്സാരവൽക്കരിക്കുവാനും ശ്രമിക്കുന്നവരെ നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ തീവ്രവാദികൾ ചട്ടപ്പടി പ്രകാരമേ പ്രവർത്തിക്കൂ എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കാൻ പരിശ്രമിക്കുന്നവരെ അങ്ങനെ സാധാരണക്കാരായി കാണാനാവുമോ? ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികളുടെയും അവരുടെ സഹോദര സംഘടനകളുടെയും മനുഷ്യത്വരഹിതമായ ക്രൂരതകൾ നാം പലതും കണ്ടുകഴിഞ്ഞു. മനുഷ്യർക്ക് ഇത്രയും ക്രൂരന്മാരാകാനാകുമോ എന്ന് പലപ്പോഴും സംശയിച്ച സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സാമൂഹ്യ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഇവ നമ്മുടെ കൺമുന്നിലേക്ക് എത്തിച്ചപ്പോൾ അവ യാഥാർത്ഥ്യമാണെന്ന് നാം തിരിച്ചറിഞ്ഞു. ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദികൾ കൈയടക്കിയ പ്രദേശങ്ങളിലെ പ്രവർത്തന രീതികളെ അവിടെ നിന്നുള്ള മാധ്യമങ്ങളും സുരക്ഷാ വിഭാഗങ്ങളും വിശദമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു തെറ്റും ചെയ്യാത്ത അനേകരം കൊലക്കത്തിക്കും വെടിയുണ്ടകൾക്കും ഇരയാക്കുന്നത് അവർ തന്നെ ദൃശ്യങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. ഇവയിൽ ക്രൂരമായ പീഡനമേൽക്കേണ്ടി വന്ന സ്ത്രീകളെക്കുറിച്ചുള്ള വിവരങ്ങൾ മാത്രം പുറത്തു വരുന്നില്ല. എന്നാൽ മരണതുല്യമായ ക്രൂരതകളും അപമാനങ്ങളും ഏൽക്കേണ്ടി വരുന്ന സ്ത്രീകളെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഒരു സ്ത്രീയായിരുന്നു. തീവ്രവാദികളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ട നാദിയ മുറാദിയായിരുന്നു ഈ വെളിപ്പെടുത്തൽ നടത്തിയത്. നാദിയ മുറാദി വെളിപ്പെടുത്തിയ ഒരു വാക്കുണ്ടായിരുന്നു: സെക്ഷുവൽ ജിഹാദ്. തീവ്രവാദികൾ സ്വീകരിക്കുന്ന ജിഹാദുകളിൽ ഒരു ജിഹാദ്. ഇസ്ലാം മതം ജിഹാദിന് നൽകുന്ന അർത്ഥമല്ല തീവ്രവാദികൾക്ക് ജിഹാദ്.
അവർ അത് വ്യക്തമായി പഠിപ്പിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. ഇസ്ലാമിക സ്റ്റേറ്റ് തീവ്രവാദികൾ കൈയടക്കിയ പ്രദേശങ്ങളിലെ കുഞ്ഞുങ്ങൾക്ക് ഈ ജിഹാദ് അവർ ആവർത്തിച്ച് പഠിപ്പിച്ചു വന്നു. പാഠങ്ങൾക്കൊപ്പം പ്രവർത്തനങ്ങൾക്കായുള്ള ആയുധങ്ങളും അവർ കുഞ്ഞുങ്ങൾക്ക് വിവരിച്ചു നൽകിയിരുന്നു. ജിഹാദ് എന്നാൽ വിശുദ്ധ യുദ്ധമാണ്. വിഗ്രഹാരാധകരെയും അവിശ്വാസികളെയും നശിപ്പിക്കാനുള്ള വിശുദ്ധ യുദ്ധം. دا لفظ دی جهاد. جهاد څه ته وایي؟ د الله تعالی دین او د الله کلمه چې دی نو په ټولو خلکو باندې د بره شي. ځکه الله فرمایي چې تاسو د دې خلکو سره جهاد وکئ د هغه پورې حتی لا تکونه فتنه، چې تر دې پورې چې شرک او کفر او فتنه چې دا په جهان کې پاتې نشي. داوده پاسه دې ته څه نوم ویلی کېږي؟ کلاشنکوف. بل ساده پښتو کې موږ دې ته څه نوم وایو؟ ماشین. دا د څه شي لپاره موږ راغستی دی؟ د حفاظت دپاره. او د کومو خلکو سرونه په دې باندې موږ او تاسو ولو؟ کافر وو. دې ته کلاشنکوف ویلی کېږي. ساده پښتو کې ورته موږ ماشین وو. صحیح. دستي ګرنیټ. دستي معنی لاسي بم. دا د څه شي لپاره استعمالیږي؟ شانس. دې طریقه کار تاته معلوم دی؟ دا کړی ته وباسي بیا به څه کې؟ بیا به ګزارې او بیا به څه کې؟ شاباس. منصوره پاتې منصوره دې ته څه نوم ویلی کېږي؟ دا له کوم ځای جوړه ده؟ چین جوړه ده. څو ډزې کوي؟ شپږ. کېنه ډز چې به کوي څنګه نیسي؟ شاباس. په ولاړه ته پرې ډز وکړه هسې ونیسه پورته ته. ډز وکړه. മാഷാവൂ. തീവ്രവാദികൾ കൈയടക്കിയ പ്രദേശങ്ങളിൽ അവർ തങ്ങളുടെ ജിഹാദുകൾ പ്രാവർത്തികമാക്കി. മറ്റു വിഭാഗങ്ങളിൽപ്പെട്ട മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും യസീദികളെയും അവർ പിടികൂടി. സ്ത്രീകളെയും പുരുഷന്മാരെയും വേർപിരിച്ച് വ്യത്യസ്ത സംഘങ്ങളാക്കി. പുരുഷന്മാരെ നിഷ്കരുണം അവരുടെ ജിഹാദിയുടെ ഭാഗമായി കൊലപ്പെടുത്തി. കുഞ്ഞുങ്ങളെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കുള്ള പരിശീലന ക്യാമ്പുകളിലാക്കി. സ്ത്രീകളിൽ പ്രായമായവരെയും വധിച്ചു. അവശേഷിച്ച സ്ത്രീകളെയും പെൺകുട്ടികളെയും ക്യാമ്പുകളിൽ പാർപ്പിക്കുകയായിരുന്നു. ഇവരെ നിർബന്ധമായി മതപരിവർത്തനത്തിന് വിധേയരാക്കിയ ശേഷം അടിമകളെ പോലെ പൊതുസ്ഥലങ്ങളിൽ വിൽപ്പനയ്ക്ക് വെച്ചു. $100-200 ഇവരെ തീവ്രവാദികൾ കൈമാറുകയായിരുന്നു. ഇക്കാര്യം ആധികാരികമായി വെളിപ്പെടുത്തിയത് നാദിയ മുറാദിയായിരുന്നു. ക്രൂരമായ പീഡനങ്ങൾക്ക് ശേഷം തീവ്രവാദികളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടതായ തന്റെ അനുഭവങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു. അതൊരു സാക്ഷ്യമായിരുന്നു, തീവ്രവാദികളുടെ ജിഹാദുകളുടെ സാക്ഷ്യം. 2016 UN സുരക്ഷാ കൗൺസിലിൽ മുറാദി തന്റെ അനുഭവങ്ങൾ പങ്കുവച്ചു. ഇറാഖിലെ കൊച്ചു ഗ്രാമത്തിലായിരുന്നു നാദിയ ജീവിച്ചിരുന്നത്. 2014 ഇസ്ലാമിക സ്റ്റേറ്റ് തീവ്രവാദികൾ കൊച്ചോ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കൈയടക്കിയതോടെയാണ് മുറാദിയുടെ ജീവിതം മാറി മറിഞ്ഞത്. ഗ്രാമം വളഞ്ഞ തീവ്രവാദികൾ വീടുകൾ കയറി പുരുഷന്മാരെയെല്ലാം തെരുവുകളിലേക്ക് നയിച്ച ശേഷം വെടിവെച്ചു കൊല്ലുകയായിരുന്നു. പ്രായമായ സ്ത്രീകളെയും തീവ്രവാദികൾ കൊലപ്പെടുത്തി. നാദിയയുടെ അമ്മയും അവരിൽ ഉൾപ്പെട്ടിരുന്നു. കുട്ടികളെയും സ്ത്രീകളെയും അവർ തടവിലാക്കി. ഇവരെ പിന്നീട് തീവ്രവാദത്തിന്റെ കേന്ദ്രമായ മൊസ്യൂളിലേക്ക് കൊണ്ടുപോയി ക്യാമ്പുകളിൽ താമസിപ്പിച്ചു. ആയിരക്കണക്കിന് സ്ത്രീകൾക്കൊപ്പം നാദിയയെയും മതപരിവർത്തനത്തിന് വിധേയയാക്കി. നാദിയയുടെ ജീവിതാനുഭവങ്ങൾ യുഎന്നിലെ ലോക നേതാക്കളെ പോലും കണ്ണുനീരിലാഴ്ത്തുന്നതായിരുന്നു. മുറാദിയുടെ കുടുംബത്തിലെ 18 പേരെയും തീവ്രവാദികൾ കൊലപ്പെടുത്തി. അവശേഷിച്ചത് നാദിയയുടെ ബന്ധുക്കളായ 2 പെൺകുട്ടികളായിരുന്നു. 10ഉം 12ഉം വയസ്സായ പെൺകുട്ടികൾ നാദിയയ്ക്കൊപ്പമായിരുന്നു ക്യാമ്പിൽ കഴിഞ്ഞത്. തീവ്രവാദികളുടെ ലൈംഗിക ദാഹം തീർക്കാൻ ഈ കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകാനെത്തിയ രംഗങ്ങളും നാദിയ കണ്ണുനീരോടെ വ്യക്തമാക്കി. തന്റെ ഉടുപ്പിൽ പിടിച്ചു വലിച്ചുകൊണ്ട് കരഞ്ഞ ആ കുട്ടികളെ കൊണ്ടുപോകുന്നത് തടയാനാകാതെ നിസ്സഹായായി നിൽക്കേണ്ടി വന്നതും അവർ ഓർമ്മിച്ചു. നാദിയയെയും മറ്റു കുട്ടികളെയും തീവ്രവാദികൾ അടിമകളെ പോലെ തെരുവുകളിൽ വിറ്റഴിച്ചു. IS തീവ്രവാദികളിൽ ഒരാൾ കൈവശപ്പെടുത്തിയ നാദിയയെ നിരന്തരമായ
പീഡനങ്ങൾക്ക് ഇരയാക്കുകയായിരുന്നു. അതിക്രൂരമായ പീഡനങ്ങൾക്കിടെ രക്ഷപ്പെടാൻ ശ്രമിച്ച നാദിയയെ തീവ്രവാദികൾ പിടികൂടി തുടർച്ചയായി മാറി മാറി ലൈംഗിക പീഡനത്തിന് ഇരയാക്കി. തീവ്രവാദികൾ നടപ്പിലാക്കിയ ഒരു ജിഹാദായിരുന്നു അതെന്ന് നാദിയ തിരിച്ചറിഞ്ഞു. സെക്ഷുവൽ ജിഹാദ്. അടിമത്തത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന സ്ത്രീകളെ തീവ്രവാദികൾ വിധേയമാക്കുന്ന ജിഹാദ്. ലോകസഭയിലോ നമ്മുടെ DGP ലോക്നാഥ് ബെഹ്റയ്ക്കോ എഴുതി കൊടുത്താൽ അറിയില്ലെന്ന ഉത്തരം ലഭിക്കുന്ന ചോദ്യമായിരുന്നു സെക്ഷുവൽ ജിഹാദ് എന്നുകൂടി ഓർക്കണം. നീണ്ട യാതനകൾക്കിടെ തടവിലാക്കപ്പെട്ട വീട്ടിൽ നിന്നും രക്ഷപ്പെട്ട് കുർദിസ്ഥാനിലും പിന്നീട് ജർമ്മനിയിലേക്കും എത്തിപ്പെടുകയായിരുന്നു. തീവ്രവാദികളുടെ ജിഹാദി പ്രവർത്തനങ്ങളെ അങ്ങനെ മുറാദി ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ലൈംഗിക അതിക്രമം ആയുധമാക്കുന്നത് അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കായുള്ള പോരാട്ടമായിരുന്നു മുറാദിന്റെ പിന്നീടുള്ള യാത്ര. പ്രവർത്തനങ്ങൾക്ക് 2018 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരവും മുറാദിനായിരുന്നു. മുറാദി വെളിപ്പെടുത്തിയ ജിഹാദി പ്രവർത്തനങ്ങൾ അന്ന് ലോകത്തിന് അന്യമായിരുന്നു. തെളിവുകളോ ലോകസഭയിൽ നിന്ന് ലഭിക്കേണ്ട മറുപടിക്കോ കാത്തുനിൽക്കാതെ നമ്മുടെ മാധ്യമങ്ങളും അത് വാർത്തയാക്കി. എന്നാൽ നിർബന്ധിത മതപരിവർത്തനം നടത്തുകയോ സ്ത്രീകളെ ലൈംഗിക അടിമകളാക്കുകയും ചെയ്യുന്ന പ്രവർത്തനം തീവ്രവാദികളുടെ ജിഹാദായിരുന്നു. ആ ജിഹാദിനെ ഇല്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവർ ആരുടെ പക്ഷത്താണ്? ഭരണപരമായ ആധിപത്യം പുലർത്തിയ ശേഷം അടിമകളാക്കി തീവ്രവാദികൾ അവരുടെ ജിഹാദ് ഉപയോഗിക്കുന്നു. പ്രണയത്തിലൂടെ ആധിപത്യം പുലർത്തി നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കുക, പിന്നീട് അടിമകളാക്കി ഉപയോഗിക്കുക, അത്തരമൊരു ജിഹാദി പ്രവർത്തനങ്ങളുടെ സൂചനകളാണ് കേരളം ചർച്ച ചെയ്തു വന്നത്. തീവ്രവാദികളുടെ ജിഹാദി പ്രവർത്തനങ്ങൾ പരിചയപ്പെടുത്തിയ നാദിയ മുറാദിയെ ഓർക്കുമ്പോഴും നമ്മുടെ സഹോദരിമാരുടെ പരാതികൾ ഇനിയും നാം കാണാമറയത്ത് സൂക്ഷിച്ചിരിക്കുകയാണ്. അത്തരം പരാതികളെ ബോധപൂർവം അവഗണിക്കുന്നതിൽ നാം ശ്രദ്ധാലുക്കളായി മാറുകയാണ്. നേരത്തെ തീവ്രവാദ പ്രവർത്തകർ കേരളത്തിലെന്ന് ആവർത്തിച്ച അതേ മനോഭാവത്തോടെ ലവ് ജിഹാദിനെ സമീപിക്കണമോ എന്ന് നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു. സീറോ മലബാർ സിനഡ് ഉന്നയിച്ച ആശങ്കകൾ അടിസ്ഥാനരഹിതമെന്ന് ആവർത്തിക്കാൻ ബെന്നി ബെഹനാൻ MP ലഭിച്ച ഉത്തരം മതിയാകില്ലെന്ന് നാദിയ മുറാദിമാർ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പുതിയ തലമുറയുടെ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്നവർക്ക് മാത്രമേ ലവ് ജിഹാദിനെ കുറിച്ച് ആശങ്കപ്പെടാനാകൂ എന്നും നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ലവ് ജിഹാദ് സംബന്ധിച്ച ലോക്സഭ നൽകിയ ഉത്തരം സീറോ മലബാർ സിനഡിന്റെ ആശങ്കകളെ ഉത്തരമുട്ടിക്കുമെന്നായിരുന്നു ചിലർ കരുതിയത്. എന്നാൽ സിനഡ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. മുന്നോട്ട് വെച്ച ആശങ്കകളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണെന്ന് അർത്ഥശങ്കയ്ക്കിടമില്ലാത്ത വിധം സിനഡ് ആവർത്തിച്ചു. സീറോ മലബാർ സഭയുടെ പൊതുകാര്യ കമ്മീഷൻ ഇക്കാര്യത്തിലെ നിലപാട് മാധ്യമങ്ങളുമായി പങ്കുവച്ചു. സീറോ മലബാർ സഭയിലെ വിവിധ രൂപതകളിൽ നിന്നും ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ചർച്ചകളുടെ വെളിച്ചത്തിലാണ് മതാന്തര പ്രണയങ്ങളെക്കുറിച്ചും അനുബന്ധ പ്രശ്നങ്ങളെക്കുറിച്ചുമുള്ള സഭയുടെ ആശങ്ക സിനഡ് പ്രകടിപ്പിച്ചതെന്ന് ഉപകാര്യ കമ്മീഷൻ വ്യക്തമാക്കി. അതേസമയം സിനഡ് ഉന്നയിച്ച ആശങ്കകളെ ബോധപൂർവം ഇസ്ലാം മതത്തിന് എതിരാണെന്ന് വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുന്നവരെ ജാഗ്രതയോടെ കാണണമെന്ന മുന്നറിയിപ്പും കമ്മീഷൻ നൽകി. ഇസ്ലാം മതവുമായി എന്നും നിലനിൽക്കുന്ന സൗഹൃദത്തെ ബാധിക്കുന്ന തരത്തിൽ വിഷയത്തെ സിനഡ് വിലയിരുത്തിയിട്ടില്ല. സമൂഹത്തെയും കുടുംബങ്ങളെയും പ്രതികൂലമായി ബാധിക്കുന്ന പ്രശ്നമായി കണക്കിലെടുത്ത് കേസുകളിൽ അന്വേഷണം നടത്തണം എന്നാണ് സിനഡ് ആവശ്യപ്പെട്ടതെന്നും പൊതുകാര്യ കമ്മീഷൻ വിശദമാക്കി. സിനഡ് ഉന്നയിച്ച ആവശ്യങ്ങളും സാഹചര്യങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നതായും കമ്മീഷൻ വ്യക്തമാക്കി. എന്നാൽ സഭയുടെ ആവശ്യങ്ങളെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിച്ച് മതവിദ്വേഷം വളർത്തുന്ന നീക്കങ്ങൾ നടക്കുന്നുണ്ടെന്ന് കമ്മീഷൻ വിലയിരുത്തി. ചാനലുകളിലും വാർത്താ മാധ്യമങ്ങളിലും ഈ വിഷയം സജീവമാക്കി നിലനിർത്തി മതസാഹോദര്യം തകർക്കാനുള്ള ശ്രമങ്ങളെ വിശ്വാസികളും പൊതുസമൂഹവും ജാഗ്രതയോടെ പുലർത്തണമെന്ന് കമ്മീഷൻ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഏതൊരു വിഭാഗത്തിന്റെയും ഭാവി തലമുറ വഴിതെറ്റിപ്പോകാതെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നത് മനസ്സിലാക്കണമെന്ന് സിനഡ് പിതാക്കന്മാർ അറിയിച്ചു. അത്തരമൊരു ചുമതലയാണ് സിനഡ് നിർവഹിച്ചതെന്ന് കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസ് പുളിക്കൽ പറഞ്ഞു. കത്തോലിക്ക സഭ എപ്പോഴും എല്ലാ മതങ്ങളുമായി നല്ല സൗഹൃദം പാലിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ്. നമ്മുടെ ഇസ്ലാം സഹോദരങ്ങളോട് എത്രയോ നല്ല ബന്ധം നമുക്കുണ്ട്. അവരെല്ലാം ഒരു ഏകോദര സഹോദരങ്ങളെ പോലെ കാണാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഒരു മതവിശ്വാസത്തെയോ ഒരു സമൂഹത്തെയോ ഒരിക്കലും ചെറുതാക്കി കാണിക്കുകയല്ല സഭ. നമ്മുടെ കുഞ്ഞുങ്ങൾ ഏത് സമുദായത്തിൽപ്പെട്ടതാണെങ്കിലും ഒരു ഭീകര പ്രവർത്തനത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് നമ്മൾ അനുവദിക്കാൻ പാടില്ല. സർക്കാരുകൾ അക്കാര്യത്തിൽ സത്വരമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. നമ്മുടെ കുടുംബങ്ങളെയാണ് നമുക്ക് പിതാക്കന്മാരെന്ന നിലയിൽ അക്കാര്യത്തിൽ അറിയിപ്പ് കൊടുക്കാനുള്ളത്, പ്രബോധിപ്പിക്കാനുള്ളത്. ആ ഒരു ധർമ്മമാണ് വാസ്തവത്തിൽ
സിറോ മലബാർ സഭയുടെ സിനഡ് പിതാക്കന്മാർ നിർവഹിച്ചിരിക്കുന്നത്. അതിനെ വല്ലാതെ തെറ്റിദ്ധരിപ്പിക്കുകയും അതിനെ വളരെ വളച്ചൊടിച്ച് വ്യാഖ്യാനിക്കുകയും ഇത് മതസ്പർദ്ധ വളർത്തുന്ന ഒരു പ്രസ്താവനയാണെന്ന് പറയുകയും ചെയ്യുന്നത് അടിസ്ഥാനരഹിതമാണ്. യഥാർത്ഥത്തിൽ പ്രണയത്തിൽ കുരുങ്ങുന്നവരെ മതപരിവർത്തനത്തിനും പീഡനത്തിനും തീവ്രവാദ പ്രവർത്തനത്തിലേക്കും നയിക്കുന്ന സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുവെന്നും ഇതേക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന കാര്യത്തിൽ മാറ്റമില്ലെന്നുമാണ് സിനഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. കേരളത്തിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇക്കാര്യത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോടും വയനാടും മൂവാറ്റുപുഴയിലും കഴിഞ്ഞ ദിവസം സമർപ്പിക്കപ്പെട്ട പരാതികൾ ഇവയിൽ ഏതാനും മാത്രമാണ്. സഭയിൽ ഉന്നയിച്ച വിഷയങ്ങൾ ഗൗരവപൂർവ്വമായി നിലനിൽക്കുന്നതായി BJP നേതാവ് PK കൃഷ്ണദാസ് വ്യക്തമാക്കി. സീറോ മലബാർ സഭയുടെ ഈ പരാതിയും ആരോപണവും വസ്തുനിഷ്ഠമാണ്, സത്യസന്ധമാണ്. അതിനോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നു. അവിടെ ഇക്കാര്യം ഞങ്ങൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പോട് പറയുന്നത് എന്ത് പേരിട്ടാലും തിരക്കേടില്ല. കേരളത്തിൽ ഇതിനെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണം. ഇതിന്റെ വസ്തുത, യഥാർത്ഥ വസ്തുത പുറത്തു കൊണ്ടുവരണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടും. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ ക്രൈസ്തവ ഹിന്ദു സമൂഹങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു നടപടിയെടുക്കാൻ കോൺഗ്രസ് ഗവൺമെന്റ് തയ്യാറായില്ല, ഇന്നത്തെ CPM ഗവൺമെന്റ് തയ്യാറായില്ല. ഇത് പറയുമ്പോൾ രണ്ട് മതങ്ങൾ തമ്മിലുള്ള പ്രശ്നമൊന്നുമല്ല ഈ ലവ് ജിഹാദ്. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഭീകരന്മാർക്ക് മതവുമില്ല, മനുഷ്യത്വമില്ല. അവിടെ ഇത് ഹിന്ദു മുസ്ലിം പ്രശ്നം അല്ലെങ്കിൽ ക്രൈസ്തവ മുസ്ലിം പ്രശ്നമായിട്ട് ഞങ്ങളിത് കാണുന്നില്ല. അങ്ങനെയല്ല താനും. ഇങ്ങനെ രണ്ട് മതങ്ങൾ തമ്മിലുള്ള ഒരു കാരണവശാലും അതൊരു പ്രശ്നമായിട്ട് ആരും ചിത്രീകരിക്കാനും പാടില്ല. ഞങ്ങൾക്ക് അഭിപ്രായവുമില്ല. കാരണം ഭീകരന്മാർക്ക് മതവുമില്ല, മനുഷ്യത്വമില്ല. പിന്നെ അവരെ എന്തിനാ ഈ മതത്തിന്റെ ഈ ഭാഗമായിട്ട് കണക്കാക്കുന്നത്? ലവ് ജിഹാദ് സംബന്ധിച്ച് നിയമപരമായി നിർവചിക്കണമെന്നും തീവ്രവാദ പ്രവർത്തനമായി ഇതിനെ കണക്കാക്കണമെന്നും BJP ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം വ്യക്തമാണ്, തീവ്രവാദ പ്രവർത്തനങ്ങൾ മതസൗഹാർദ്ദ പ്രവർത്തനമായി വ്യാഖ്യാനിക്കപ്പെടുന്ന അഭിനവ തീവ്രവാദ പ്രവർത്തനങ്ങളെ സംശയത്തോടെ വീക്ഷിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. തീവ്രവാദവും മതപ്രവർത്തനവും രണ്ടും രണ്ടാണെന്ന് നിർവചിക്കാൻ പലരും ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് പൊതുസമൂഹം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അത്തരക്കാരുടെ സാമ്പത്തികവും സാമൂഹികവുമായ പൊക്കിൾക്കുടി ബന്ധം കൂടി അന്വേഷണ വിധേയമാക്കാൻ സർക്കാരുകൾ ധൈര്യം സംഭരിക്കേണ്ടിയിരിക്കുന്നു. ബിയോണ്ട് ദി ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയ വിശകലനങ്ങളും വിഷയങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.